പാറമേക്കാവിന് വേണ്ടി വെടിക്കെട്ട് നിർമ്മിക്കുന്ന മുതലമടയിൽ അനധികൃത പടക്ക ശേഖരം 50 കിലോയുടെ വെടിമരുന്ന് സൂക്ഷിക്കാൻ അനുമതിയുള്ള പടക്ക നിർമ്മാണ ലൈസൻസി ബിനോ 500 കിലോയിലധികം വെടിമരുന്ന് അനധികൃതമായി സൂക്ഷിച്ചെന്ന് കണ്ടെത്തൽ. ലൈസൻസിക്കെതിരെ ഉടൻ കേസെടുക്കുമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ. പടക്ക നിർമ്മാണ ശാലയിലെ തൊഴിലാളികളെ ഉടൻ മാറ്റും. സച്ചിൻ വിവരങ്ങളുമായി ചേർന്നു. സച്ചിൻ, ഒരു ദുരന്തത്തിന്റെ മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഒരു നാട്. അതിനിടയിലാണ് മറ്റൊരു സംഭവം കൂടി. സേതു, അതായത് തിരുവമ്പാടി ദേവസ്വത്തിന്റെ പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനം ഉണ്ടായതിന് പിന്നാലെയാണ് പാറമേക്കാവ് ദേവസ്വത്തിന്റെ പടക്ക നിർമ്മാണശാല പ്രവർത്തിക്കുന്ന പാലക്കാട് മുതലമടയിലെ പടക്ക നിർമ്മാണശാലയിൽ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം റവന്യൂ വകുപ്പും പോലീസും പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് അതിനിർണായകമായ കണ്ടെത്തലുകൾ ഉണ്ടായിരിക്കുന്നത്. 50 കിലോയുടെ വെടിമരുന്ന് സൂക്ഷിക്കാനാണ് നിലവിൽ അനുമതി നൽകിയിരുന്നത്. എന്നാൽ ലൈസൻസിയായിട്ടുള്ള കോട്ടയം സ്വദേശി ബിനോയ് സൂക്ഷിച്ചത് 500 കിലോയിൽ അധികം വെടിമരുന്നാണ് എന്നാണ് നിലവിൽ റവന്യൂ വകുപ്പും പോലീസും പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ ബിനോയ്ക്കെതിരെയും അതേപോലെ തന്നെ ഈ ലൈസൻസിയുമായി ബന്ധപ്പെട്ടവർക്കെതിരെയും നിലവിൽ കേസെടുക്കാനുള്ള ഒരു നിർദ്ദേശം ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി നൽകിയിട്ടുണ്ട്. എന്തായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ദുരന്തമാണ് തിരുവമ്പാടി ദേവസ്വത്തിന്റെ പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായത്. അതിന് പിന്നാലെ തന്നെയാണ് പാറമേക്കാവിന്റെ പടക്ക നിർമ്മാണശാലയിലും പരിശോധന നടത്തിയത്. എന്തായാലും ഈ പടക്ക നിർമ്മാണശാലയിലെ തൊഴിലാളികളെ എല്ലാം മാറ്റാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായിട്ടുള്ള വെടിമരുന്നുകളും മറ്റും നിർവീര്യമാക്കാനുള്ള നടപടികളും സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ചിറ്റൂർ തഹസിൽദാറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ ഈ മുതലമടയിൽ പ്രവർത്തിക്കുന്ന പാറമേക്കാവ് ദേവസ്വത്തിന്റെ പടക്ക നിർമ്മാണശാലക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തത്. അതിന്റെ ഭാഗമായി നടന്ന പരിശോധനയിലാണ് ഇത്തരത്തിലുള്ള നിർണായകമായ കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അനധികൃതമായി വലിയ അളവിൽ വെടിമരുന്നും അതേപോലെ തന്നെ മറ്റ് സാമഗ്രികളെല്ലാം സൂക്ഷിച്ചതിനെതിരെയാണ് ലൈസൻസി കോട്ടയം സ്വദേശിയായിട്ടുള്ള ബിനോയ്ക്കെതിരെ കേസെടുക്കുമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിയും വ്യക്തമാക്കിയിട്ടുള്ളത്. സേതു. ഓക്കെ സച്ചിൻ, ശരി. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ വന്നത്. പാറമേക്കാവിന് വേണ്ടി വെടിക്കെട്ട് നിർമ്മിക്കുന്ന മുതലമടയിൽ നിന്നും അനധികൃത പടക്ക ശേഖരം കണ്ടെത്തി എന്നുള്ളത് ഒരു വലിയ അപകടമുണ്ടായി. അതിൻ്റെ ഞെട്ടലിൽ, അതിൻ്റെ സങ്കടത്തിൽ നിൽക്കുകയാണ് ഒരു നാട്. അതിനിടയിലാണ് ഈ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള കരിമരുന്ന് ശേഖരവും കാര്യങ്ങളുമായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നതും.